Make a joyful shout to the Lord, all you lands. Serve the Lord with gladness. Come before his presence with singing. Know that the Lord, he is God. It is he who has made us, and not we ourselves. We are his people, and the sheep of his pasture. Enter into his gates with thanksgiving, and into his courts with praise. Be thankful to him, and bless his name. For the Lord is good, his mercy is everlasting, and his truth endures to all generations. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവവചനത്തോടൊപ്പമായി ദൈവജനത്തിന് മുൻപിൽ കടന്നു വരുവാൻ കർത്താവിനെ ബലപ്പെടുത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടി ഉള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് നമ്മൾ ആയിരിക്കുവാണെങ്കിൽ ദൈവം തീർച്ചയായും നമ്മളോട് സംസാരിക്കും. നമുക്ക് ആവശ്യമുള്ള ആത്മീയ മന്ന ദൈവം നമുക്ക് നൽകി തരും. ഞാൻ വെറും ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ്. ദൈവമാണ് സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച പ്രാർത്ഥനയോടാണ് ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ സ്വർഗീയ പിതാവേ, ഈ രാത്രികാലം ദൈവസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ പോലായിരിക്കുമ്പോൾ, ഞങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വചനമായി തീരട്ടെ. ദൈവത്തോട് അടുപ്പിക്കുന്ന ഒരു വചനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം മുഴുവനായി കേൾക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അടിയൻ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ എല്ലാ തടസ്സവും യേശുവിന്റെ നാമത്തിൽ ഭംസിക്കുന്നു. സ്വർഗം പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാ തേഴ്സ്ഡേ വൈകിട്ട്, വ്യാഴാഴ്ച വൈകിട്ട് 7:30 വചനമായി അടിയൻ ദൈവമക്കളുടെ മുന്നിൽ കടന്നു വരുന്നു. ഈ വചനമൊക്കെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഏത് വിശ്വാസി ആണെങ്കിലും, ഏത് വിഷയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിലും, ദൈവമുണ്ട്, ദൈവമില്ല, വേറെ മതങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിലും ദൈവ നാമത്തിൽ നിങ്ങളെ ഞാൻ വന്ദനം ചെയ്യുന്നു. ആമേൻ. Greetings in Jesus mighty name. ഈ വചനം കേൾക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ഒരു 30-35 മിനിറ്റ് ശ്രദ്ധയോട് ഈ സ്ക്രീനിൽ നിന്ന് അകന്നു പോകാതെ ഇരുന്ന് കേൾക്കുവാൻ നിങ്ങൾ ദയവായി അവിടെ ഇരിക്കണം. അത് കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥനയോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പ്രതികരിക്കും. പ്രതികരണം നമുക്കുള്ള ഒരു വിഷയമാണ്. എല്ലാ വിഷയത്തിലും നമ്മൾ പ്രതികരിക്കും. പ്രത്യേകിച്ച് മലയാളികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിലും താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിലും നമ്മൾ പ്രതികരിക്കും. നമ്മൾ പ്രതികരിക്കാതിരിക്കത്തില്ല. ഒരു വാക്കെങ്കിലും നമ്മൾ പറയും, ഒരു കമന്റെങ്കിലും അടിക്കും, അല്ലെ? ഇപ്പോൾ ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് കമന്റ് അടിക്കാം. വാട്സാപ്പ് ഉള്ളതുകൊണ്ട് ഒരു തംസ് അപ്പോ അല്ലെങ്കിൽ ഒരു ചിരിക്കുന്ന ഒരു മുഖമോ നമുക്ക് ഒരു പ്രതികരണമായി നമുക്ക് ഇടാൻ പറ്റും. ചില പ്രതികരണം പോസിറ്റീവ് ആയിരിക്കും. അത് മറ്റൊരു കേൾക്കുന്നവർ, കാണുന്നവർക്ക് അതൊരു എൻകറേജ്മെന്റ് ആവും. ചില പ്രതികരണം അതൊരു ചോദ്യത്തിന്റെ രീതിയിലുള്ള പ്രതികരണമായിരിക്കും. അത് കേൾക്കുന്ന വ്യക്തികൾക്ക് ചിന്തിക്കാൻ ഒരു അവസരമായിരിക്കും. ചില പ്രതികരണമോ മറ്റൊരു അടിച്ച് താഴ്ത്താനുള്ള പ്രതികരണമായിരിക്കും. എന്തുമായിക്കോട്ടെ, പ്രതികരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് മലയാളികളെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയണ്ടല്ലോ, നമ്മളെല്ലാവരും പ്രതികരിക്കുന്നവരാണ്. താല്പര്യപ്പെട്ട വിഷയം, താല്പര്യമില്ലാത്ത വിഷയം, മനസ്സിലാക്കിയ വിഷയം, മനസ്സിലാകാത്ത വിഷയം, എല്ലാ വിഷയത്തിലും നമ്മൾ പ്രതികരിക്കും. ഇന്ന് രാത്രി നമ്മൾ ഈ വിഷയത്തിലാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രതികരിക്കും. നമ്മുടെ ഭവനത്തിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ നമ്മുടെ കുടുംബത്തിലോ ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു മരണമോ സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? പ്രത്യേകിച്ച് നമ്മളാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ചില വിഷയത്തിൽ നമ്മൾ താനെ പ്രതികരിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നവരാണ്.
ഒരു എക്സാമിൽ ഫെയിൽ ആയ, അല്ലെങ്കിൽ അതിൽ പാസ്സായ, അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലകളിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ലോസ് സംഭവിച്ചു. ചില ബന്ധങ്ങൾ ഉറപ്പിക്കാൻ ഇടയായി ചില ബന്ധങ്ങൾ തകർന്നു പോകുന്നു. ചില വസ്തു നമുക്കുണ്ട്, അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടീസ് ഒക്കെയും നമുക്കുണ്ട്, അതൊക്കെയും ഒന്നിൽ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ പുതിയ പ്രോപ്പർട്ടി വാങ്ങാൻ നമുക്ക് ഇടയാകുന്നു. അങ്ങനെ പല വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ആ വിഷയങ്ങളൊക്കെ പ്രതികരിക്കാൻ ചില കാര്യം നമ്മൾ നന്നായി അറിയാവുന്നവരാണ്. പ്രത്യേകിച്ച് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരീരത്തിൽ ഒരു വിഷയം ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ കോവിഡ് എന്ന് പറഞ്ഞ ഈ രോഗം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും പകർന്നുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവരായാലും വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇതിനൊക്കെ പ്രതികരിക്കാൻ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി, നമുക്ക് പ്രതികരിക്കാൻ അറിയാം. എന്നാൽ ഒരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ മുൻപാകെ, ജീവനുള്ള ദൈവത്തിന്റെ മുൻപാകെ പ്രതികരിക്കുവാൻ പലർക്കും അറിയുകയില്ല. ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ട്, വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. എന്നാൽ എങ്ങനെ പ്രതികരിക്കണം, ഒരു സന്ദർഭത്തിൽ എങ്ങനെ ഞാൻ പ്രതികരിക്കണമെന്ന്, ദൈവത്തിന്റെ മുൻപാകെ ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാത്തൊരു സമൂഹമാണ് പലപ്പോഴും നമ്മൾ തന്നെ, ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടുന്ന നമ്മൾ. മറ്റേ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ അവർ പാരമ്പര്യമായി ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രകാരം അവർ പ്രതികരിക്കും പല കാര്യങ്ങളിൽ. എന്നാൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെങ്ങനെ പ്രതികരിക്കണം? ജീവനുള്ള ദൈവത്തെ ജീവനുള്ള രീതികളിൽ പ്രതികരിക്കണം. നല്ല രീതിയിൽ, ജീവനുള്ള ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ പ്രതികരിക്കണം. ഇന്ന് രാത്രി നമ്മൾ ആ വിഷയങ്ങളാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാനെല്ലാം മനസ്സിലാക്കി, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഭാവനയോടല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്. എന്നാൽ വചനം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം, ഞാൻ എവിടൊക്കെയോ പ്രതികരിക്കണം, എവിടൊക്കെ പ്രതികരിക്കാൻ പാടില്ല, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇത് ദൈവജനത്തിന് മുൻപാകെ, കേൾക്കുന്ന ആരുമായിക്കോട്ടെ അവർ മുൻപാകെ ഇത് ഞാൻ പങ്കുവെക്കണം. ആഗ്രഹത്തോടാണ് ഇന്ന് രാത്രികാലം ഞാൻ ഈ വചനം ഈ വിഷയം എടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രതികരിക്കുക. ഹല്ലേലൂയ. വർഷങ്ങൾ മുമ്പ് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന സമയങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ ഞാൻ എടുത്ത് നമുക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നു. ഷിക്കാഗോ എന്ന് പറഞ്ഞ പട്ടണം അമേരിക്കയിലുള്ള ഒരു വലിയ പട്ടണമാണ്. അവിടെ ഉറാഷിയോ ജി സ്പഫോ എന്ന് പറഞ്ഞ ഒരു ധന്യനായ ഒരു വക്കീൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന ഒരു ധന്യനായ മനുഷ്യനായിരുന്നു. ധനം നമുക്കൊരിക്കലും തടസ്സമാകരുത്. ധനമുണ്ടെങ്കിലും ധനത്തെക്കാളും അധികമായി ധനം തന്ന ദൈവത്തെ ആരാധിക്കാൻ അറിഞ്ഞിരിക്കണം. ഈ വ്യക്തി സ്പഫോർഡ് എന്ന് പറഞ്ഞ ജീവിതം കൊണ്ട് അത് കാണിച്ച വ്യക്തിയാണ്. ഷിക്കാഗോ പട്ടണത്തിൽ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയ ഒരു ലോയറായിരുന്നു, വക്കീലായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ധനം കൊണ്ട് അനേക റിയൽ എസ്റ്റേറ്റിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. ഒരു ദിവസം, ഏത് എക്സാക്ട്ലി ആ ദിവസം ഞാൻ അറിയുന്നില്ല, പെട്ടെന്ന് അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള തന്നെ മകൻ ഒരു പനിയാൽ മരിക്കപ്പെട്ടു. സ്കാർലറ്റ് ഫീവർ എന്ന് പറഞ്ഞ ഒരു വലിയ പനി ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള മകൻ ആ പനിയുടെ മുൻപിൽ തകർന്നുപോയി മരിക്കാനിടയായി തീർന്നു. അപ്പോൾ തന്നെ തന്റെ വലിയ പ്രസ്ഥാനം പണം കൊണ്ട്, അപ്പോൾ തന്നെ ദൈവവിശ്വാസം കൊണ്ട് പണിത് കെട്ടിക്കൊണ്ടുവന്ന തന്റെ റിയൽ എസ്റ്റേറ്റ് ഒക്കെയും ഷിക്കാഗോയുടെ വലിയൊരു ഫയർ 1871 ഒരു വലിയ തീപിടുത്തം ഷിക്കാഗോയിൽ ഉണ്ടായി. ആ തീയിൽ തന്റെ പ്രോപ്പർട്ടി ഒക്കെയും കത്തി ചാമ്പലായി. അപ്പോൾ അടുത്തടുത്തൊരു സംഭവം, മകൻ മരണപ്പെടുന്നു. അതിന്റെ വലിയ ബിസിനസ്, ആ പണിതുകൊണ്ടുള്ള ബിസിനസ് തകർന്നു പോകുന്നു. അതുകൊണ്ട് തീരുന്നില്ല. 2 വർഷത്തിനുള്ളിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് പലയിടത്തും ഉണ്ടായി. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ഷിക്കാഗോയിലും അനുഭവപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക നിലവാരത്തിലും അത് അനുഭവപ്പെട്ടു. തന്റെ സാമ്പത്തികം ഇടിഞ്ഞു വീഴുവാൻ ഇടയായി തീർന്നു. അപ്പോൾ മകൻ നഷ്ടപ്പെടുന്നു. തീ കൊണ്ട് തന്റെ സാമ്പത്തിക രാജ്യം തകർന്നു പോകുന്നു. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, എക്കണോമിക് ഡൗൺഫോൾ ഉണ്ടായപ്പോൾ തനിക്കുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ വർദ്ധിക്കാൻ ഇടയായി തീർന്നു. നഷ്ടങ്ങളുടെ മേൽ
തന്റെ കുടുംബമായി തൽക്കാലമായി അമേരിക്ക വിട്ട് ഇംഗ്ലണ്ടിലേക്ക് കടന്നു പോകാം. അവിടെ ഡി.എൽ. മൂഡി എന്ന് പറയുന്ന ദൈവദാസൻ ഉണ്ടല്ലോ, അവർ നല്ല സുഹൃത്തുക്കളാണ്. ചേർന്ന് ചില നല്ല ക്രിസ്തീയ മീറ്റിംഗുകൾ നമുക്കിവിടെ നടത്താം. അപ്പോൾ തന്നെ അദ്ദേഹത്തിനും കുടുംബത്തിനും ഒരു റെസ്റ്റ് ആയിരിക്കും. ഈ വിഷയത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും, ഒരു ഫ്രഷ് ആയി മടങ്ങി വരാമെന്ന ചിന്തയോട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള കപ്പലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും 4 പെൺമക്കളുണ്ടായിരുന്നു. ഈ 6 പേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പോകാനുള്ള ദിവസം അടുക്കാറായപ്പോൾ സ്പഫോർഡ് മനസ്സിലായി തന്റെ ബിസിനസ്സിലെ ചില വിഷയങ്ങൾ നിമിത്തം തന്നുടനെ പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കുടുംബത്തെ ആദ്യം പറഞ്ഞു വിട്ട ശേഷം ബിസിനസ് ഒക്കെ പൂർത്തീകരിച്ച് പെട്ടെന്ന് ഒരു പിന്നാലെ വരാമെന്നുള്ള ആഗ്രഹത്തോട് സമയം വന്നപ്പോൾ കുടുംബത്തെ ആദ്യം കപ്പൽ കയറ്റി അയച്ചു വിട്ടു. ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവരോടൊപ്പമായി ഇംഗ്ലണ്ടിൽ ചെന്ന് ചേരുമല്ലോ എന്നുള്ള ചിന്തയിൽ ആയിരുന്നു. എന്നാൽ താൻ ചിന്തിക്കാത്ത നേരത്ത് ചില കാര്യങ്ങൾ സംഭവിച്ചു. പ്രതീക്ഷിക്കാത്ത നേരത്ത് ചില കൊടുങ്കാറ്റ് അടിച്ചു. തന്റെ കുടുംബം യാത്ര കൊണ്ടിരിക്കുന്ന കപ്പൽ, ഭാര്യയും 4 പെൺമക്കൾ യാത്ര കൊണ്ടിരിക്കുന്ന കപ്പൽ എതിരെ വരുന്ന കപ്പലുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂട്ടിമുട്ടി. ഈ കുടുംബം യാത്ര കൊണ്ടിരുന്ന കപ്പൽ എത്ര പേരുണ്ടായിരുന്നു? ആ കപ്പല് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ 12 മിനിറ്റിനുള്ളിൽ മുങ്ങിപ്പോകാൻ ഇടയാക്കിയിരുന്നു. എല്ലാവരെയും അവർക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. കുറച്ചുപേരെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റി. അതിലൊന്നായിരുന്നു സ്പഫോർഡിന്റെ ഭാര്യ. പുള്ളിക്കാരത്തി ആ ഇംഗ്ലണ്ടിന്റെ തീരത്തെത്തിയ ശേഷം ഭർത്താവിന് ഒരു ടെലിഗ്രാം അയച്ചു. എന്ത് സംഭവിച്ചു? ഈ യാത്രയിൽ ഈ വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ 266 പേര് ആ ദുരന്തത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോകാൻ ഇടയായി തീർന്നു. മുങ്ങിപ്പോയ 266 പേരിൽ സ്പഫോർഡിന്റെ 4 പെൺമക്കൾ ഉണ്ടായിരുന്നു. എന്ത് ദുഃഖമായിരിക്കും ഈ വ്യക്തിയുടെ മനസ്സ്. മൂത്ത മകൾ വെറും 11 വയസ്സ്, രണ്ടാമത്തെ മകൾ വെറും 9 വയസ്സ്, മൂന്നാമത്തെ മകൾ 7 വയസ്സ്, ഏറ്റവും ഇളയ കുട്ടി 2 വയസ്സ്. ഇദ്ദേഹത്തിന്റെ മനസ്സ് തകർന്നു കാണും. ഒരു സാധാരണക്കാരന്റെ ചിന്തയിൽ ഒന്ന് ചിന്തിച്ചേ. ഇദ്ദേഹത്തിന്റെ വലിയ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ തകർന്നു പോയി കാണും. ഭാര്യയുടെ ടെലിഗ്രാം വായിക്കുമ്പോൾ അവൾ മാത്രം രക്ഷപ്പെട്ടു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. കുടുംബം മുഴുവനെ വെള്ളത്തിൽ പോയി. ഒരു ദുഃഖത്തിന് മേലടുത്ത ദുഃഖം, അത് തീർന്നില്ല. അതിൽ നമ്മൾ 3ാമത്തെ ദുഃഖം, അതിൽ നിന്നൊന്നും രക്ഷപ്പെടാതെ ചിന്തിച്ചപ്പോൾ 4ാമത്തെ വലിയ ദുഃഖം. അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ ഷിക്കാഗോയിൽ കംപ്ലീറ്റ് ആയ ശേഷം ഭാര്യയോടൊപ്പമായി ചില ദിവസം കഴിയാൻ വിചാരിച്ചുകൊണ്ട് അമേരിക്കയിൽ നിന്ന് യാത്ര തിരിച്ച് നേരത്തെ തീരുമാനിച്ച പ്രകാരം ഇംഗ്ലണ്ടിലേക്ക് താൻ യാത്ര തിരിച്ചു. താൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കപ്പൽ ആ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്ര നടന്നപ്പോ നേരത്തെ തന്റെ മകൾ 4 പെൺമക്കൾ മുങ്ങിപ്പോയ അതേ സ്ഥാനത്തെത്തിയപ്പോൾ ഇപ്പോൾ യാത്ര നടക്കുന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ സ്പഫോർഡ് വിളിച്ചിട്ട് ഇതറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, ഇതേ സ്ഥലത്താണ് താങ്കളുടെ 4 മക്കളും മുങ്ങിപ്പോവാൻ ഇടയായി തീർന്നത്. ആ അനുഭവം ചുറ്റുപാടൊക്കെയും കണ്ടുകൊണ്ട് സ്പഫോർഡ് സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ സ്വയം ചാകണം, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ വേറെ വല്ല കാര്യം ചെയ്യാം എന്നൊക്കെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പാഞ്ഞു നടന്നില്ല. താൻ പരിഭ്രമിച്ചില്ല. താൻ ഉറച്ച് കരയോ അല്ലെങ്കിൽ നിലവിട്ട് അങ്ങനെ ഒച്ചക്കൊന്നും താൻ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ എന്തും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹം ഇതാണ് ചെയ്തത്. ഒരു കടലാസ് എടുത്തിട്ട് താൻ ആ ചില വരികൾ എഴുതാൻ തുടങ്ങി. ഇന്ന് ഇംഗ്ലീഷ് ക്രിസ്ത്യ സഭകളിൽ ഏറ്റവും അധികമായി പാട്ടുകൾ പാടുന്ന കൂട്ടത്തിൽ ഒരു പാട്ടാണ് When peace like a river attendeth my way, when sorrows like sea billows roll, whatever my Lord thou hast taught me to say, it is well with my soul. ജീവിതത്തിൽ ഒരു നദി
നമ്മുടെ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പലരെ പോലും ധനികനായ ഒരു വ്യക്തിയാണ്. എന്നാൽ ധനത്തിലല്ല അവൻ ആശ്രയിച്ചത്, തന്റെ കുടുംബത്തിലുമല്ല അവൻ ആശ്രയിച്ചത്. തന്റെ ആശ്രയം ദൈവത്തിലായിരുന്നു. അതുകൊണ്ടാണ് ചുറ്റും എന്ത് സംഭവിച്ചാലും, ചുറ്റും ലോകം കത്തിച്ചാമ്പലായി പോയപ്പോഴും, തന്റെ സ്വപ്നം വെള്ളത്തിലില്ലാതെ പോയപ്പോഴും ദൈവത്തിൽ തൻ ആശ്രയം വെച്ച് ദൈവത്തിൽ സമാധാനത്തോടെ നിൽക്കാൻ ഇടയാക്കുന്നത്. ഏതോസ്തവം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഹബക്കൂക്ക് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് നമുക്ക് വായിക്കാൻ ഇടയാക്കിയിരുന്നു. ഹബക്കൂക്ക് നോക്കിയപ്പോൾ താൻ ആഗ്രഹിച്ച രീതികളിലൊന്നും ഒരു ഫലമുണ്ടാകുന്നില്ല. നിലത്തൊന്നും ഒരു ഫലമില്ല, വൃക്ഷത്തിലൊന്നും ഒരു ഫലമില്ല, ഗോശാലകളിൽ കന്നുകാലികളില്ല, ആട്ടുകൂട്ടത്തിൽ ആട്ടുകൂട്ടമില്ല. എല്ലാം നശിച്ചെടുക്കുന്ന അവസ്ഥയും, എല്ലാം ശൂന്യമായി കിടക്കുന്ന അവസ്ഥയും. അനുഗ്രഹം ആഗ്രഹിച്ചിട്ടും അല്ലെങ്കിൽ നല്ല ഫലം ആഗ്രഹിച്ചിട്ടും നല്ലതൊക്കെ സംഭവിക്കും, ഞാൻ ദൈവ പൈതലാണല്ലോ, നല്ലതൊക്കെ മാത്രമേ എനിക്ക് സംഭവിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ച നേരത്തും ചുറ്റും നോക്കുമ്പോൾ നല്ലതൊന്നുമല്ല, എല്ലാം ശൂന്യമായ അവസ്ഥ. ഹബക്കൂക്ക് 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യം. ഹബക്കൂക്ക് 3:17-18 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ സ്ക്രീനിൽ ഇത് എഴുതി വരുന്നുണ്ടല്ലോ. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലീവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലോ എന്റെ ചുറ്റുമനുഭവങ്ങൾ ശൂന്യമായി കിടക്കുമ്പോഴും എനിക്ക് സന്തോഷിക്കുവാൻ അവൻ സാമ്പത്തിക നേട്ടങ്ങൾ ഇല്ലെങ്കിലും എങ്കിലോ ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. ദൈവമക്കളുടെ അടയാളം ഇതൊക്കെയാണ്. ഹല്ലേലൂയ. വലിയ കൊട്ടാരത്തിൽ ജീവിക്കുകയും വലിയ വണ്ടികൾ യാത്രയും ഇതൊന്നും അല്ല. ഇതൊക്കെ ഉള്ളത് നല്ലതാണ്, കുഴപ്പമില്ല. ഇതിനേക്കാളും അപ്പുറമായി ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവമാണ് എനിക്ക് സകലതും. ഹല്ലേലൂയ. ഇന്ന് പറയുവാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെ നിങ്ങൾക്ക് പറയാനിടയാകുമോ? എങ്കിലോ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ എന്റെ ബിസിനസ്സിനൊന്നും ഒരു സക്സസ് ഉണ്ടാകുന്നില്ല. കാരണം എന്താ ഞാൻ അറിയുന്നില്ല. പല വിഷയങ്ങളുണ്ടാകാം. എങ്കിലും എന്റെ സന്തോഷം എന്റെ ഈ വിഷയങ്ങളിലല്ല. വർഷം തീരാറാമോ ആ ഡിസംബർ 31-ാം തീയതി പലരും എഴുന്നേറ്റതിന്റെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. ദൈവം എനിക്ക് നല്ലവനായിരുന്നു, യഹോവ എനിക്ക് നല്ലവനായിരുന്നു, എനിക്ക് അത് തന്നു ഇത് തന്നു. ഞാൻ ഒരു വസ്ത്രം കൊണ്ടാണ് ഇവിടെ വന്നത്, ഇപ്പോൾ എനിക്ക് 10 വസ്ത്രമുണ്ട്. എനിക്ക് വാഹനമില്ലായിരുന്നു, ഒരു സൈക്കിളേ ഉണ്ടായിരുന്നു. ഇതെനിക്ക് കാറുണ്ട്, ഞാൻ കൂടുതൽ പാർത്തതായിരുന്നു, ഇപ്പൊ എനിക്ക് വലിയ വീടുണ്ട്. ദൈവമക്കളെ, ഇതിലല്ല നീ ആനന്ദിക്കേണ്ടത്. ദൈവത്തോട് നന്ദി പറയേണ്ടത് ഇതിനല്ല. എന്റെ ചുറ്റും ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാൻ യഹോവയിൽ ആനന്ദിച്ചു, ഞാൻ യഹോവയിൽ സന്തോഷിച്ചു. എനിക്ക് സന്തോഷിക്കുവാൻ, എനിക്ക് ഉല്ലസിക്കുവാൻ ദൈവം എന്നെ ബലപ്പെടുത്തി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കൊന്നുമില്ലെങ്കിലും ഹല്ലേലൂയ അനുഭവമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കാണുന്ന വിഷയങ്ങളെല്ലാം നീ സന്തോഷിക്കേണ്ടത്. കാണാത്ത നിന്റെ ഉള്ളിൽ ദൈവത്തോടുള്ള സ്നേഹം ആർക്കും കാണാൻ പറ്റത്തില്ലെങ്കിൽ നീ ദൈവത്തോടുള്ള ഒപ്പമായി നടക്കുന്ന ആ ബന്ധം, അതിലാണ് നീ സന്തോഷിക്കേണ്ടത്. സന്തോഷം അനുഗ്രഹങ്ങൾ വരുമ്പോഴല്ല. പലരും പ്രസംഗിക്കുന്നത് ദൈവത്തിനെ അനുഗ്രഹിക്കും, ചില വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാവും, അതൊക്കെ നല്ലതാണ്. എന്നാൽ ഞാൻ പറയുന്നത് ഇതില്ലെങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. യോബ് ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഊസ് എന്ന് പറഞ്ഞ ആ ദേശത്തായിരുന്നു യോബിന്റെ തന്റെ കുടുംബവും തന്റെ സമ്പത്തൊക്കെയും ആയിരുന്ന സ്ഥലം. ഊസ് ദൈവത്തിന്റെ മുൻപാകെ നിഷ്കളങ്കത്തോടെ നടന്ന ഒരു വ്യക്തി, ഒരു കുറ്റമില്ലാത്ത ഒരു വ്യക്തി. ദൈവത്തെ ഭയന്നു അതുപോലെ പാപത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവം അദ്ദേഹത്തിന് 7 പുത്രന്മാരും 3 പുത്രിമാരും ദൈവം കൊടുത്തു. 7000 ആടുകൾ, 3000 കുട്ടകം, 500 കാളകൾ, 500 കഴുതകൾ.
ഈ കഴുതയും ഒക്കെ എന്ത് ചെയ്യാനാ ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചു പോകും. ഇന്നൊക്കെ നമുക്ക് വലിയ ട്രക്കുണ്ട്, ട്രെയിലറുണ്ട്, പിന്നെ ലോറിയുണ്ട്, വലിയ വാഹനം, ചെറിയ വാഹനം ഒക്കെ ഉണ്ട്. ആ കാലഘട്ടം ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോകാൻ ഈ മൃഗങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പൊ ചിന്തിച്ച് 500 വാഹനം, ഗുഡ്സ് കാരിയർ, 500 ഡോങ്കീസ്, 500 കഴുതകൾ, ഗുഡ്സ് കാരിയർ. ഇന്ന് ഒരു ട്രക്ക് പോലും കഷ്ടിച്ച് ചിലവർക്കേ ഉള്ളൂ, അത് ചിലവർക്കേ ഉള്ളൂ അല്ലേ? 500 ഗുഡ്സ് കാരിയർ. അത് കൂടാതെ പിന്നെ ഒട്ടകം, പിന്നെ ഓക്സന്, കാളകള്, എന്തൊക്കെ ഇതൊക്കെ പൊതുവെ അത് ഉണ്ടായിരിക്കും. വലിയ ധന്യനായ ഒരു വ്യക്തിയാണ് യോബ്. എന്നാൽ ധനത്തിലല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രയം. അദ്ദേഹം ദൈവത്തെ ഭയന്നു, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കൊക്കെ യോബിനെ കുറിച്ച് അറിയാം. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ ഉണ്ടായിരുന്ന സമ്പത്തും സന്തോഷം, ലോകം തരുന്ന സന്തോഷം, ലോകം തരുന്ന ആശ്രയം, ലോകം എനിക്ക് തരുന്ന അഷ്യൂരിറ്റി, ഗ്യാരണ്ടി, വാറണ്ടി, അത് എന്തുമായിക്കോട്ടെ, ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം യോബിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 10 മക്കളും മരണപ്പെട്ടു. ഈ ഇരിക്കുന്ന മൃഗസമ്പത്തെല്ലാം നഷ്ടമായി. താൻ ശൂന്യനായി. രോഗം ബാധിച്ചു. യോബിന്റെ ഉത്തരം, യോബ് എങ്ങനെ പ്രതികരിക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ. യോബിന്റെ 1-ാം അധ്യായം 21-ാമത്തെ വാക്യം, യോബിന്റെ പ്രതികരണം നിങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. യോബിന്റെ പ്രതികരണം എന്താണ്? യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. യഹോവ തന്നു, യഹോവ എടുത്തു. ഞാൻ നഗ്നനായാണല്ലോ ഈ ഭൂമിയിൽ വന്നത്. ഒന്നും കൊണ്ടല്ല ഞാൻ ഈ പോകുമ്പോഴും നഗ്നനായി പോകുന്നു. ഇതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്റെ ആശ്രയം ഈ കാര്യങ്ങളിലല്ല. മക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ശുശ്രൂഷ ആയിക്കോട്ടെ, വലിയ ബിസിനസ് സാമ്രാജ്യമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന ദൈവ ജനമേ, നിന്റെ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഞാൻ യഹോവയിൽ ആനന്ദിക്കും, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബിന് നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ഹല്ലേലൂയ തന്റെ അനുഭവമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. താൻ എങ്ങനെ പ്രതികരിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവമുൻപാകെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം അറിഞ്ഞിരിക്കണം. പലപ്പോഴും നമ്മൾ മറ്റവരെ കണ്ട് പ്രതികരിക്കും, മനുഷ്യരോട് പ്രതികരിക്കും, സാഹചര്യം നോക്കി പ്രതികരിക്കും. നമ്മൾ അതൊന്നും നോക്കി അല്ല പ്രതികരിക്കേണ്ടത്. നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ നോക്കി പ്രതികരിക്കണം. ഹല്ലേലൂയ. വിഷയം ഏതായിക്കോട്ടെ, നമ്മൾ വരേണ്ട ദൈവസന്നിധിയിലാണ്, ദൈവം മുൻപാകെയാണ് പ്രതികരിക്കേണ്ടത്, മനുഷ്യരുടെ മുന്നിലല്ല. ആ സ്ട്രൈക്ക് മറ്റേത് ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ആരറിയും, എന്നെ ആരും സഹായിക്കും. അതുകൊണ്ട് പ്രതികരണം അവിടെ, പ്രതികരണം ഇവിടെ. ദൈവമക്കളെ, നമ്മൾ പ്രതികരിക്കേണ്ടത് എവിടെയാണെന്നറിയോ? ദൈവസന്നിധിയിലാണ്. നമ്മുടെ പ്രതിഷേധം ദൈവസന്നിധിയിലാണ്, വേറെ എങ്ങുമല്ല. ഹല്ലേലൂയ. യോബിനെ നോക്കിക്കേ, എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വാക്കാണ് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സകലം എനിക്ക് ദൈവം നൽകി വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നല്ല, എനിക്കൊന്നുമില്ലെങ്കിലും യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്പഫോർഡ് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയതും, സ്പഫോർഡ് എങ്ങനെ പ്രതികരിച്ചു? ഞാൻ സമാധാനത്തോട് എന്റെ വിഷയത്തിൽ ഞാൻ ദൈവസന്നിധിയിലായിരിക്കും. എന്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? സമാധാനത്തോട്. ഹബക്കൂക്കിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? എന്നെ എല്ലാം നഷ്ടമായി, എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ലല്ലോ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. യോബിന്റെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാം ഉണ്ടായിരുന്നു, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയപ്പോൾ യോബിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വ്യക്തിയുടെ കൂടെ പേരെടുത്ത് ആ വ്യക്തിയെ കുറിച്ച് പരിചയപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. ഹന്ന. നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള വ്യക്തിയാണ് ഹന്ന. ഹന്നയെ പരിചയമില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യ ജീവിതം കൊണ്ട് എന്ത് നേടാനല്ലേ? ഹന്ന. ഹല്ലേലൂയ. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സ്ത്രീയാണ് ഹന്ന. ഹല്ലേലൂയ. ഹന്നയുടെ ഭർത്താവ് എൽക്കനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് പെനിന, ഒന്ന് ഹന്ന. പെനിന നിമിത്തം എൽക്കനയ്ക്ക് മക്കളുണ്ടായി, ഹന്ന നിമിത്തം എൽക്കനയ്ക്ക് മക്കളുണ്ടായില്ല. 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, ദൈവം ഹന്നയുടെ ഉദരം അടച്ചു. ഇത് കണ്ടുകൊണ്ട് പെനിന എപ്പോഴും ഹന്നയെ നോക്കി കളിയാക്കും, അവളെ ആക്ഷേപിക്കും, അവളെ കളിയാക്കി അവളെ ദുഃഖിപ്പിക്കും. അത് അവളെ ദുഃഖിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ചിലപ്പോൾ പെണ്ണിനെ രാവിലെ എഴുന്നേൽക്കുന്നത്. എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ദേവാലയത്തിൽ ആരാധിക്കാൻ ചെന്നപ്പോഴും
കളിയാക്കി 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 അവളെ ആക്ഷേപിച്ച് അവളെ നിന്ദിച്ച് ഒരു പ്രാവശ്യം പോലും ഹന്ന പെനിനെ നോക്കി പ്രതികരിച്ചെന്നും എങ്ങും വചനത്തിൽ എഴുതിയിട്ടില്ല. ഇന്നത്തെ പലരും നമ്മളെ കളിയാക്കുമ്പോ, നമ്മളെ ആക്ഷേപിക്കുമ്പോ, നമ്മുടെ മുന്നിൽ വന്ന് അവർ പലതും അവതരിപ്പിക്കുമ്പോ നമ്മൾ പറയും, പിന്നെ ഞാൻ പ്രതികരിക്കും, ഞാൻ പ്രതികരിച്ചു, പിന്നെ ഞാൻ ആരാ? നീ എന്തിനാ പ്രതികരിക്കുന്നത്? പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഹന്ന പ്രതികരിച്ചില്ല. വിവാചകം മുഴുവനും താൻ ആക്ഷേപം അനുഭവിക്കേണ്ടി വന്നെങ്കിലും താൻ പെനിനെ നോക്കി താൻ പ്രതികരിച്ചില്ല. സമയം വന്നപ്പോൾ ദൈവാലയത്തിൽ ചെന്ന് ഹന്ന പ്രതികരിക്കാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ താൻ കാര്യങ്ങൾ നിലവിളിച്ചു. താൻ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ തന്റെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ഇത് കണ്ടുകൊണ്ടിരുന്ന ഏലി പ്രവാചകൻ വിചാരിച്ചു ഹന്ന മത്തുപിടിച്ചിരിക്കുവാണ്, കുടിച്ചിട്ട് ഇറങ്ങിയിരിക്കുമായിരിക്കും. പലരും അവരുടെ വിഷമങ്ങൾ ഇറക്കുമ്പോൾ, ആത്മാഭിഷേകമില്ലാത്തവൻ നോക്കുമ്പോൾ ഇവൻ കുടിച്ചിരിക്കുന്നത് തോന്നും. നിന്റെ വിഷമം അത്രയും മാത്രമാണ്. നിന്റെ വിഷമം അത്രയും മാത്രമാണ്. നിനക്ക് നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും താങ്ങാൻ പറ്റാത്ത അവസ്ഥ എത്തി. അപ്പോൾ എന്തു ചെയ്തു? ദൈവത്തിന് മുൻപാകെ പകരുമ്പോൾ അഭിഷേകമില്ലാത്തവൻ അവൻ പ്രതികരിക്കും. നീ കണ്ടുപിടിച്ചിരിക്കുവാണ്, നീ മത്തനായിരിക്കുവാണ്. ഏലിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. ഹന്ന എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയന് അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവന്റെ ജീവപര്യന്തം ഞാൻ അവന് യഹോവയ്ക്ക് കൊടുക്കും. യഹോവ എനിക്ക് ഒരു പുരുഷ സന്താനത്തെ തന്നാൽ, ഒരാൺ കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നാൽ ഞാൻ എന്റെ കരുത്ത് നടക്കുകയില്ല. ഞാൻ മടക്കി ഞാൻ ദൈവത്തിന് കൊടുക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവന്റെ ജനനത്തിന് മുൻപാകെ തന്നെ ഞാൻ ഒരു നേർച്ച നേർന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം എനിക്കൊരു പുരുഷ സന്താനത്തെ തരും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം വചനപ്രകാരം അവനെ ഒരു നസ്രയനായിട്ട് ഞാൻ അന്ന് സമർപ്പിക്കുവാണ്. വിശ്വാസത്തോടാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്, വിശ്വാസത്തോടാണ് നേർച്ച നേരുന്നത്. എനിക്കുണ്ടാകും, ഞാൻ അവനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും. പ്രാർത്ഥിച്ചു. അവിടെ എഴുന്നേറ്റപ്പോൾ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഹന്നയുടെ മുഖത്തിന്റെ വിഷമം മാറി. അവിടെ ചിരിയോട് സന്തോഷത്തോട് പെനിന വിചാരിച്ചു, ഇവർക്ക് എന്ത് പറ്റി? കുറച്ചു മുമ്പേ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നോ? കുറച്ചു മുമ്പേ അവിടെ വിഷമിച്ചിരിക്കുവാനും എന്ത് പറ്റി? ദൈവത്തിന്റെ സന്നിധിയിൽ താൻ പ്രതികരിച്ചപ്പോൾ മുഖത്തിന്റെ ഷേപ്പ് മാറി. നിന്റെ അവസ്ഥക്ക് ഒരു മാറ്റം വേണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ പ്രതികരിക്കണം. എങ്ങുമല്ല, ദൈവത്തിന്റെ മുൻപാകെ ചെന്ന് നീ ദൈവസന്നിധിയിൽ പ്രതികരിക്കണം. നീ ദൈവസന്നിധിയിൽ പ്രതികരിക്കുമ്പോൾ നിന്റെ മോശായം മാറ്റും, നിന്റെ ഭാവി ദൈവം മാറ്റും, നിന്റെ വിഷയത്തിന് ഒരു മറുപടി ദൈവം തരും. വേറെ എങ്ങുമല്ല, മനുഷ്യന് മുന്നിൽ പോയി കൈ നീട്ടരുത്. ഭിക്ഷക്കാരനെ പോലെ കൈ നീട്ടുന്ന സ്വഭാവം നീ മാറ്റണം. കഴിഞ്ഞ ദിവസം എന്റെ മകളോട് ചോദിച്ചു, അപ്പാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകണമല്ലോ, അവിടെ പലെടുക്കേണ്ടതായിട്ടുണ്ട്. ഹൗ ക്യാൻ വി ഗോ ആൻഡ് പേ ദ ഫീസ്? ഡോക്ടറിന്റെ ഫീസ് ഇതിന് കൊടുക്കും. ഇതിന്റെ ചെലവ് എങ്ങനെയായിരിക്കും? അവർക്ക് മോളെ നീ മുട്ടുകൊടുത്ത് നീ പ്രാർത്ഥിക്ക. കഴിഞ്ഞ രാത്രിയില് അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ഗോഡ് ഹെൽപ് മീ. എനിക്കറിയാം എന്റെ മകളെ കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോ എന്റെ യഹോവ എനിക്ക് ദൈവം നൽകും. ദൈവസന്നിധിയിൽ നമ്മൾ പ്രതികരിച്ചാൽ ദൈവമാണ് ഉത്തരം തരുന്നത്. ഹല്ലേലൂയ. തക്കതായ ഉത്തരം ദൈവം തരും. 4 വ്യക്തികളെ കുറിച്ച് ഞാൻ ഇന്ന് രാത്രികാലം ദൈവമക്കളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു. 4 പേരും അവർ പ്രതികരിച്ചു. ദൈവമക്കൾ പ്രതികരിക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം, വേറെ ഒരു രീതിയിലുമല്ല. സകലതും നഷ്ടപ്പെട്ട് ഇല്ലാത്ത അവസ്ഥയിൽ നീ ജാതികളെ പോലെ ആകരുത്. അവർ ചെയ്യുമ്പോൾ നീ ചെയ്യരുത്. എന്തിനും ഒന്നിൽ സ്പഫോടനെ പോലെ നീ സമാധാനത്തോട് ദൈവസന്നിധിയിലായിരിക്കണം. അല്ലെങ്കിൽ ഹബക്കൂക്കിനെ പോലെ നീ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം, ഉല്ലസിക്കണം. മറ്റവർ കരയുമ്പോൾ നീ ഉല്ലസിക്കണം. അല്ലെങ്കിൽ യോബിനെ പോലെ
ചർച്ചിൽ പോകാൻ, എനിക്ക് പാട്ട് പാടാൻ മനസ്സില്ല, അങ്ങനല്ല. അവൻ വിഷമം വന്നാലും സന്തോഷം വന്നാലും കണ്ണുനീർ വന്നാലും എന്തുമായിക്കോട്ടെ, ഞാൻ ദൈവസന്നിധിയിൽ പോകും, ദൈവസന്നിധിയിൽ പ്രതികരിക്കും. അല്ലെങ്കിൽ ഹന്നയെ പോലെ പ്രതികരിക്കണം. പ്രാർത്ഥനയോടെ, ഒരു നേർച്ചയോടെ നീ പ്രതികരിക്കണം. കീപ് എ കവനന്റ്, ഒരു പ്രോമിസ് ദൈവമായിട്ട് വെച്ച് നീ പ്രതികരിക്കണം. എന്റെ വിഷയത്തിൽ ഇങ്ങനെയാണ് ഞാൻ, ഇനി ഗർഭിണിയാകാൻ പറ്റുമോ, ഒരു കുഞ്ഞുണ്ടാകുമോ, ഇവിടൊക്കെ കളിയാക്കുന്നത് എന്തുമായിക്കോട്ടെ. ഹന്ന പ്രതികരിച്ചവിടെ എഴുന്നേറ്റപ്പോൾ ഹന്നയുടെ മുഖത്ത് ഉത്തരം വന്ന് ലക്ഷ്യമാണ്. 9 മാസം വെയിറ്റ് ചെയ്യണം. എന്നാൽ 9 മാസത്തിന് മുമ്പേ തന്നെ ഹന്നയുടെ മുഖത്ത് ഒരു ചിരി. ദൈവസന്നിധിയിൽ പ്രതികരിക്കുന്ന ദൈവജനമേ, നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികരിക്കാത്തവർ ഇന്നു മുതൽ ദൈവസന്നിധിയിൽ പ്രതികരിക്കണം. മനുഷ്യന് മുന്നിലല്ല, ഞാൻ പ്രതികരിക്കും. നമ്മൾ എല്ലാത്തിനും പ്രതികരിക്കണം. എല്ലാ വിഷയത്തിലും, ചെറുതായിക്കോട്ടെ വലിയ വിഷയമായിക്കോട്ടെ, എല്ലാ വിഷയത്തിലും നീ പ്രതികരിക്കണം. പക്ഷെ പ്രതികരിക്കുന്നത് ദൈവസന്നിധിയിലായിരിക്കണം, എങ്ങുമല്ല. I will respond, but I will respond in the presence of God. ഞാൻ പ്രതികരിക്കും, പക്ഷെ ദൈവസന്നിധിയിൽ മാത്രമാണ്. ഞാനും ദൈവമായി മാത്രമാണ്. ഞങ്ങൾ ഇരുവരുമായിരിക്കുമോ ഞാൻ പ്രതികരിക്കണം. എങ്ങനെ? ഒന്നിൽ സമാധാനത്തോട് ഞാൻ ദൈവസന്നിധിയിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ ഉല്ലസിച്ച് നൃത്തം ചെയ്ത് പ്രതികരിക്കും, അല്ലെങ്കിൽ ആരാധനയോട് എന്നെ തന്നെ താഴ്ത്തി ഞാൻ പ്രതികരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയോട് ഞാൻ പ്രതികരിക്കും. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ വന്ന് ഒരു പ്രോമിസ് ദൈവമായി വെച്ച് ഞാൻ പ്രതികരിക്കും. എന്റെ ഇല്ലായ്മയിൽ നിന്നും ഞാൻ പ്രോമിസ് ചെയ്യും. എനിക്കുള്ളത് ഞാൻ ദൈവത്തിന് കൊടുക്കും. ഹല്ലേലൂയ. അത് ഇച്ഛിച്ചതല്ല. എനിക്ക് ഒരു മോനെ തന്നാൽ ആ മോനെ മുഴുവനായി, അവന്റെ ആയുസ് മുഴുവൻ കർത്താവിന്റെ വേലക്കായി ഞാൻ അവരെ സമർപ്പിക്കും. ഹല്ലേലൂയ. എനിക്ക് ഒരു കുഞ്ഞു മാത്രം മതി. എന്റെ കാര്യത്തിൽ വ്യത്യാസം വരുത്തുവാം. ഒരു കുഞ്ഞു മാത്രം, എനിക്ക് 10 വേണ്ട. ഒരു മോൻ മാത്രം, എന്റെ അവസ്ഥക്ക് മാറ്റം വരുവാൻ ഒരു മോനെ മതി. പക്ഷേ ഞാൻ വളർത്തത്തില്ല. എനിക്ക് തന്നാൽ ഞാൻ തിരികെ തരാം. എനിക്ക് തന്നാ മതി. ജസ്റ്റ് ഒരു അല്പ ദിവസം എനിക്ക് തന്നാ മതി. അവന്റെ മുല കൂടി കഴിയുമ്പോൾ ഞാൻ തിരികെ ഏൽപ്പിച്ചേക്കാം. ഹല്ലേലൂയ. ഒന്നിൽ സ്പഫോർഡിനെ പോലെ, അല്ലെങ്കിൽ ഹബക്കുക്കിനെ പോലെ, അല്ലെങ്കിൽ യോബിനെ പോലെ, അല്ലെങ്കിൽ ഹന്നയെ പോലെ ദൈവമക്കളെ പ്രതികരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുന്ന ദൈവജനമേ, പ്രതികരിക്കണം നമ്മൾ. പക്ഷെ ദൈവസന്നിധിയിൽ മാത്രമേ പ്രതികരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ഏത് രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു ഞാൻ അറിയുന്നില്ല. എന്നാൽ അത് ദൈവഹിത പ്രകാരമുള്ള പ്രതികരണമല്ലെങ്കിൽ ഇന്നു മുതൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്തി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമേ പ്രതികരിക്കാവൂ. ദൈവഹിത പ്രകാരം നീ പ്രതികരിച്ചാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യും. ജാതികളുടെ നീ നിമിത്തം, ജാതികളുടെ നിങ്ങളുടെ നിമിത്തം ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രി സമയത്തിനായ സ്തോത്രം ചെയ്യുന്നു. പ്രതികരിക്കുവാൻ വചനത്തിൽ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതിനായ സ്തോത്രം. ഈ ലോകം നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെയല്ല, എന്നാൽ വചനം പഠിപ്പിക്കുന്ന പോലെ പ്രതികരിക്കുവാൻ ഈ ദിവസം നിങ്ങളെ സഹായിക്കണമേ. മനുഷ്യ ബുദ്ധിയല്ല, മനുഷ്യ ചിന്തകളല്ല, മനുഷ്യ സ്വഭാവം കൊണ്ടല്ല, ദൈവഹിത പ്രകാരം ഞാൻ പ്രതികരിക്കുകയാകട്ടെ. അതെന്റെ ജീവിതത്തിന്റെ എല്ലാ വിഷയത്തിലും ഞാൻ ദൈവത്തെ അധികമായി സ്നേഹിക്കുവാൻ, എന്റെ സമ്പത്തെക്കാളും എന്റെ ദാരിദ്ര്യത്തെക്കാളും എനിക്കുള്ളതിനേക്കാളും അധികമായി, എന്റെ ഇല്ലായ്മയിലും എല്ലാത്തിനും അധികമായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇടയാകട്ടെ. എങ്കിൽ ഞാൻ എല്ലാ നിമിഷത്തിലും ഞാൻ ദൈവസന്നിധിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കും. ദൈവഹിതപ്രകാരം പ്രതികരിക്കും. ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദൈവനാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തിയും ദൈവം അനുഗ്രഹിക്കണമേ. സ്വർഗം പ്രാർത്ഥന കേട്ടതായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവ കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 7:30 വചനമായി ദൈവജനത്തിന് മുൻപേ അടിയും കടന്നു വരും. ഹല്ലേലൂയ. ദൈവം എനിക്ക് ആയുസ്സും തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വചനം നിമിത്തം ഞാൻ ദൈവമക്കളുടെ മുന്നിൽ കടന്നു വരും. അടിയനെയും ശുശ്രൂഷയോടെയും മക്കൾ പ്രാർത്ഥിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ സ്ക്രീനിലുണ്ട്. ഞങ്ങളെ അറിയിക്കണം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.